അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് ജയശങ്കർ എവിടെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട് ഏതെങ്കിലും വിവരദോഷികൾ ഇദ്ദേഹം അടക്കം എന്തെങ്കിലും പറഞ്ഞാൽ അത് സമുദായത്തിൻ്റെ പേരിൽ ചാരുന്നത് എന്നാണ്. ഞാൻ സമുദായത്തിൻ്റെ പേരിലല്ല, ഞാൻ ആ പത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ആ ലേഖകൻ്റെ പടവും കൂടി ഇതിൻ്റെ തമ്പനയിൽ ചേർത്തിരുന്നു. അതൊന്നും പുള്ളി മൈൻഡില്ല. പുള്ളി നമ്മൾ പറഞ്ഞതിൽ നിന്ന് പുള്ളി താല്പര്യപ്പെടുന്ന ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രം എടുത്തിട്ട് ഈ രീതിയിലുള്ള പ്രചരണമാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പാണക്കാട് താങ്കൾ ഇങ്ങനെ വല്ലതും പറഞ്ഞു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അവരാരെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഇങ്ങനെ വന്നു, ഇത് ശരിയല്ല എന്ന് മാത്രമാണ്. ഈ പുള്ളി അടക്കമുള്ള പല വിഷജീവികളും ഇതുപോലെ പറഞ്ഞു. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല. അവരുടെ വയറ്റിപ്പഴുപ്പ് പ്രശ്നമാണ്. അവരിങ്ങനെ പറഞ്ഞിട്ടാണ് അരി മേടിക്കുന്നത്. അപ്പോൾ ഈ നിഷ്പക്ഷ ജിഹാദി ഇത് പറഞ്ഞിട്ട് എന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു. ഇത്രയൊക്കെ ചെയ്തുള്ളൂ. ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇങ്ങനെ അദ്ദേഹം ഏറിയതുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഒരു മാന്യൻ അവിടുന്ന് ശമ്പളം പറ്റിക്കൊണ്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ ഈ സുഡാപ്പികൾ മറ്റുള്ളവർക്കെതിരെയാണ് പരാതി കൊടുക്കുക. ഇപ്പോൾ PC ജോർജ് വർഗീയ വിഷം വമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. PC ജോർജിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, PC ജോർജിനെ പൂട്ടണം, അയാളെ ലോക്കപ്പ് ചെയ്യണം, അയാളെ ജയിലിലടക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ്. എന്ന് വാശി പിടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇവരെ പോലെ മതേതരന്മാരായിട്ട് ആരുമില്ലല്ലോ. അവർ വലിയ മതസൗഹാർദ്ദവാദികളും മതേതരത്വത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി. ഈ നിഷ്പക്ഷ ജിഹാദി എന്ത് ചെയ്യും? പുള്ളി രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയത മാത്രം പറയുകയും മറ്റുള്ള എല്ലാവരെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ഒരു യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഈരാറ്റുപേട്ടയിൽ കൊടുത്തു, പള്ളി ഖബർസ്ഥാനിൽ അടക്കാൻ വീട്ടുകാർ താല്പര്യപ്പെട്ടു. ഇദ്ദേഹം അതിനെ പരിഹസിച്ചുകൊണ്ട് വലിയ വാചാടോപം നടത്തി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പുള്ളി സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് കേട്ടില്ലേ, ഇപ്പോൾ കൊടുത്താൽ കരുതാപ്പള്ളിയിൽ കിട്ടും എന്ന് പുള്ളിക്ക് ബോധ്യം. PC ജോർജിന് മാത്രമല്ല, ഡോക്ടർ അനിൽ മുഹമ്മദിനും പുള്ളി ആളെന്ന പോലെ പുള്ളിക്ക് വളക്കപ്പെട്ടു. അത്രേ ഉള്ളൂ. സസ്പെൻഷൻ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അവസാനമൊന്നുമില്ല. ഇഷ്ടംപോലെ സമീകരിക്കുന്നുണ്ട്. ഇനി വിശദീകരണം ചോദിക്കും, കുറ്റപത്രം തരും, അതിന് മറുപടി കൊടുക്കും. മറുപടി മിക്കവാറും KMML ബോധിക്കും. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കും. പിന്നെ അച്ചടക്ക നടപടിയൊക്കെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായി അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.